പാലാ നഗരസഭാ അധ്യക്ഷ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ സൈബർ ആക്രമണം. ഷോൺ ജോർജിനൊപ്പം വേദി പങ്കിട്ടതിലാണ് സൈബർ ആക്രമണം. UDF-നൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും പാലായിൽ മാണി സി കാപ്പന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ദിയ 24-നോട് പറഞ്ഞു. ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ നമ്മൾ പല പരിപാടിക്കുമ്പം സ്വകാര്യ പരിപാടിക്കുമ്പം ഇതൊരു ഇനോഗ്രേഷന് വേണ്ടി പോയതാണ്. പള്ളിയിലെ വികാരി അച്ഛൻ ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമായിരുന്നു. അപ്പോൾ പല ജനപ്രതിനിധികളുണ്ടായിരുന്നു. അതിനകത്ത് BJP സ്ഥാനാർത്ഥിയെ നമ്മൾ വിശ്വസിക്കുന്ന ആളും ഉണ്ടായിരുന്നു. അപ്പം ഗ്രൂപ്പായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കുകയും അതിനകത്തുനിന്ന് ക്രോപ്പ് ചെയ്ത് വേറെ ഫോട്ടോ മാറ്റിയെടുത്ത് നമ്മളെ അടിച്ചമർത്താനുള്ള ഒത്തിരി ന്യൂസുകൾ വരികയുണ്ടായി. പക്ഷേ എനിക്കാകെ പറയാനുള്ളത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. എന്തൊക്കെ നടന്നാലും ഞങ്ങൾ പാലായുടെ വികസനത്തിന് വേണ്ടി തന്നെ മുന്നോട്ട് പോകും. UDF ഭരണത്തിൽ എത്തുന്നിടം വരെ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ദിയയെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും സംരക്ഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ ചടങ്ങിലൊക്കെ പങ്കെടുക്കും. അതിൽ പല രാഷ്ട്രീയ നേതാക്കളും കാണും. അപ്പോൾ അത്തരത്തിലൊരു ഫോട്ടോയിൽ നിന്നും മുറിച്ചെടുത്ത് പ്രചരിപ്പിച്ചു സൈബർ ആക്രമണം ഉണ്ടാകുന്നുവെന്നാണല്ലോ ദിയ പറയുന്നത്. ഇനി ദിയയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്തായിരിക്കും? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടം തുടങ്ങിയ ഒരു മണ്ഡലമാണ് പാലാ നിയോജക മണ്ഡലം. അവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം എന്ന് പറയുന്നത് നഗരസഭയിലെ ചെയർപേഴ്സണെതിരെയുള്ള ഒരു സൈബർ ആക്രമണമാണ്. അത് നടത്തുന്നത് ജോസ് കെ മാണി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഷോൺ ജോർജുമായി വേദി പങ്കിട്ടതിനെ അത് മറ്റൊരു രീതിയിൽ BJPക്ക് പിന്തുണ നൽകുന്നു എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. അത് വലിയ മാനസിക ബുദ്ധിമുട്ട് ദിയ പുളിക്കക്കണ്ടത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് ക്രോപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ക്രോപ്പ് ചെയ്താണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. UDF-നൊപ്പം അടിയുറച്ച് നിൽക്കുമെന്നും UDF-ന് വേണ്ടിയും മാണി സി കാപ്പന് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനിടയിൽ ഇത്തരത്തിലുള്ള ഇന്നിപ്പോൾ പുതിയ യാത്ര നടന്നു. VD സതീശന്റെ യാത്ര വന്നു. ആ യാത്രയിൽ മുഴുവൻ സമയവും പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ആ വേദിയിൽ വെച്ച് സതീശനും ദിയയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു തരത്തിലും BJPക്ക് പിന്തുണ നൽകുന്ന രീതിയിലേക്ക്, ഷോൺ ജോർജിന് പിന്തുണ നൽകുന്ന രീതിയിലേക്ക് തങ്ങൾ പോയിട്ടില്ല എന്നാണ് ദിയ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ ദിയയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നു. ഇനിയും കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടും പിന്നെയും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടർന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത് മാധ്യമങ്ങളിൽ വന്ന് വിശദീകരിക്കാൻ ദിയ തയ്യാറായിരിക്കുന്നത്. എന്തായാലും അതിനെതിരെയുള്ള നടപടികളും പിന്നാലെ വരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന, ശരി. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.